കാഴ്ചകൾ കൊണ്ട് എന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഇടുക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേയേറെ സ്ഥലങ്ങളുണ്ട്. അതിൽ ഇടുക്കി ഡാമിനോട് ചേർന്ന് കിടക്കുന്ന എന്നാൽ അധികം ആരും കേട്ടിട്ട് പോലുമില്ലാത്ത മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയും അവിടെ കോടമഞ്ഞ് പെയ്യുന്ന കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലുള്ള വിഷ്വൽസ് ആണ് ഈ വീഡിയോയിലുള്ളത്. സോ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 10ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുവരെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഒരു ബിഗ് താങ്ക്സ്. ഞങ്ങളുടെ ഈ ചാനൽ തുടങ്ങിയ ഉദ്ദേശം തന്നെ നമ്മുടെ നാട്ടിൽ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇത്തവണ അധികം ആൾക്കാരൊന്നും കേൾക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇടുക്കിയിലെ പൈനാവിനടുത്ത് കുയിലിമലയിൽ സ്ഥിതി ചെയ്യുന്ന മൈക്രോവേവ് വ്യൂ പോയിന്റ് ആണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ ഇപ്പോൾ മൂലമറ്റം ചെറുതോണി റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈയിടെ അടുത്ത് മഴയൊക്കെ പെയ്തുകൊണ്ട് കാടൊക്കെ നല്ല പച്ച വിരിച്ച് കിടക്കുകയാണ്. നമ്മൾ കുളമാവ് ഡാമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചായക്കടയിലാണ് ചുരുളി സിനിമയുടെ സ്റ്റാർട്ടിംഗ് പോർഷനൊക്കെ ഷൂട്ട് ചെയ്തത്. ഏതായാലും ഇവിടെ വണ്ടി നിർത്തി 2 ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ചുരുളി സിനിമയിൽ അഭിനയിച്ച ഒരു ചേട്ടനെ കാണാൻ പറ്റി. ഈ നിൽക്കുന്ന ആ ചേട്ടനാണ് ആ ഷാപ്പിലെ ചില സീനുകളിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. ഏതായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ റോഡിലൊക്കെ നല്ല രീതിയിൽ കോട വന്ന് കയറി തുടങ്ങിയിരുന്നു. ഇതേ രീതിയിൽ കോട അവിടെ ചെല്ലുമ്പോഴും ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും കാടൊക്കെ നല്ല പച്ചപ്പും ഉണ്ട്, അതോടൊപ്പം നല്ല കോടയും അതുപോലെ ഈ സൂര്യൻ ഉദിച്ചു വരുന്ന ഈ കാഴ്ചയും ഒക്കെ കൂടെ മൊത്തത്തിൽ നല്ലൊരു വൈബ് റൈഡ് തന്നെയായിരുന്നു. ഈ റൂട്ടിൽ ഒരുപാട് ആനത്താരകളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ വരിക. ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ ബാക്ക് സൈഡിലായിട്ടാണ്. നമ്മളിപ്പോൾ കോളേജ് ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കോളേജിന്റെ ബോർഡിന്റെ കൂടെ തന്നെ മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്കുള്ള സൈൻ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാണുന്ന വഴിയെ മുന്നോട്ട് പോയിട്ട് ആദ്യം കാണുന്ന റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴിയിലോട്ട് കയറുമ്പോൾ തന്നെ റോഡിന്റെ 2 സൈഡിലും പുല്ലുമേടുകളും ചെറിയ ചെറിയ മരങ്ങളും ഒക്കെയാണ്. ഇതുവഴി ഏകദേശം 2 കിലോമീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വേറൊരു വഴി കൂടിയുണ്ട്. ഇതിലൂടെ കയറി വേണം നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ എൻട്രി പോയിന്റ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പാസ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് പാസ്. അതുപോലെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈമൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ വലിയ ടവറാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും ആദ്യം സ്ഥാപിച്ച ഒരു ടവറാണിത്. ഏകദേശം 1970 കാലഘട്ടത്തിലാണ് ഈ ടവർ സ്ഥാപിച്ചത്. ഈ ടവർ കാരണമാണ് ഇവിടെ മൈക്രോവേവ് വ്യൂ പോയിന്റ് എന്നുള്ള ആ ഒരു പേര് വന്നത്. ഇത് ശരിക്കും മൊബൈൽ ടവർ ഒന്നുമല്ല. ആ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണൊന്നും അങ്ങനെ വന്നിട്ട് പോലുമില്ല. അന്നത്തെ വ്യോമഗതാഗതവും അതുപോലെ റെയിൽവേയും ഒക്കെ സാറ്റലൈറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് ഈ ടവർ ഇവിടെ സ്ഥാപിച്ചത്. ഏതായാലും കയറി വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. താഴെ കടൽ പോലെ മേഘങ്ങൾ പരന്നു കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇത്ര നേരത്തെ വന്നുകൊണ്ടാണ് കാണാൻ പറ്റിയത്. ഏതായാലും ഞങ്ങൾ വന്ന സമയം ഏതായാലും കറക്റ്റ് ടൈമായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കോടയൊന്നും ഇവിടെ കാണാൻ പറ്റില്ലായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഇനിയും മുന്നോട്ട് കുറെ കൂടെ ദൂരം നടന്നു പോകാൻ പറ്റും. ദൂരെ കാണുന്ന ആ മലയുടെ മണ്ടയിലൊക്കെ ആൾക്കാർ കയറി പോയിട്ടുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം മഴ പെയ്ത് നല്ല രീതിയിൽ സ്ലിപ്പായി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഏതായാലും അങ്ങനത്തെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിർന്നില്ല. മാത്രമല്ല ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഫോറസ്റ്റിന്റെ ലാൻഡാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഏതായാലും നിയമം ലംഘിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വേണ്ടാന്ന് വെച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ അകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാറയുണ്ട്. ഈ പാറയുടെ മുകളിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രെയിമുകളും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഏതായാലും പുല്ലുമേടുകളും നിബിഡമായ വനങ്ങളും ഒക്കെ ചുറ്റപ്പെട്ട ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടറിഞ്ഞ് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് കോളേജിലൊക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അന്ന് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഹിഡൻ സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നത്. അന്ന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വന്നു പോയതാണ്.
ആ സമയത്തൊന്നും ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറ് പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് പോലും അന്നൊന്നും ഇവിടെ ഒന്നും ഒരു മനുഷ്യനെ പോലും വരെ കണ്ടിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ചുറ്റിനും നല്ല കാടായതുകൊണ്ട് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഈ കാണുന്ന പുല്ലുമേടുകൾക്കിടയിലൂടെയൊക്കെ ആനയും മൃഗങ്ങളും ഒക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര നല്ല രീതിയിലുള്ള റിസ്ക് ആണ്. ഇങ്ങോട്ടുള്ള ഒരു നടന്ന കയറ്റം കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലം ക്ലോസ് ചെയ്തിരുന്നു. അത് ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ് അവരിത് ക്ലോസ് ചെയ്തത്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ ഓഫ് റോഡ് ജീപ്പുകൾ കൊണ്ടും ബൈക്കും ഒക്കെ ആയിട്ട് ഇതിന്റെ മുകളിലേക്കൊക്കെ കയറിപ്പോയിരുന്നു. അങ്ങനെ വൈൽഡ് ലൈഫിന് ഡിസ്റ്റർബൻസ് ആകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലം ക്ലോസ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഇവിടെ പാസ്സൊക്കെ വെച്ച് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മെയിൻ വ്യൂ പോയിന്റ് കഴിഞ്ഞ് താഴോട്ട് കുറച്ച് ദൂരം കൂടെ ഇറങ്ങി പോകാന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല മോശം ടെറൈൻ തന്നെയാണ്. 2 പാറയുടെ ഇടയ്ക്കുള്ള ഈ ഒരു വിടവിലൂടെ വേണം താഴോട്ടൊക്കെ ഇറങ്ങിപ്പോകാൻ. അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സാഹസത്തിനൊന്നും യാതൊരു കാരണവശാലും മുതിരില്ല. ഇനി അഥവാ ഇറങ്ങുവാണെങ്കിൽ തന്നെ സ്വന്തം റിസ്കിൽ മാത്രം ഇറങ്ങി പോവുക. ഈ നടപ്പ് വഴിയോടെ വന്നിട്ട് ഈ മലയുടെ സൈഡിൽ കൂടെ ചുറ്റി വളഞ്ഞു വേണം ഇതിന്റെ മുകളിലേക്ക് പോകാനായിട്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ദൂരമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നും ഞങ്ങൾ മുന്നോട്ട് പോയില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇടുക്കി ഡാം കാണാൻ വരികയോ അല്ലെങ്കിൽ ഇതുവഴി മറ്റേതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റ് കാണുവാനായിട്ട് ഒന്ന് ശ്രമിക്കുക. മാക്സിമം പോയാൽ ഒരു 1.5 മണിക്കൂർ മാത്രമേ നിങ്ങളുടെ യാത്രയിൽ നിന്ന് ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായി വരത്തുള്ളൂ. ഇടുക്കി റൂട്ടിൽ വരുമ്പോൾ നമ്മുടെ കളക്ട്രേറ്റിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി പോകാനായിട്ട് ഒരുപാട് സമയ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നടന്നു വരുവാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം വെള്ളവും ഭക്ഷണ സാധനമൊക്കെ കൈ കരുതുക. ഇവിടെ പ്രത്യേകിച്ച് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഉള്ളത് കളക്ട്രേറ്റിന്റെ ക്യാൻറ്റീൻ മാത്രമാണ് തൊട്ടടുത്തുള്ളത്. അത് വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ. ഏതായാലും മൈക്രോവേവ് വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് താഴോട്ടിറങ്ങിയപ്പോൾ ഇടുക്കി ഡാമും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ളൊരു പ്ലാനിൽ മുന്നോട്ട് പോവുകയാണ്. 2018 പ്രളയത്തിൽ തകർന്ന ചെറുതോണി പാലമൊക്കെ മാറ്റി ഇപ്പൊ നല്ല അടിപൊളി പുതിയ പാലമാണ് ഇവിടെ പണിതിട്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ഈ ഒരു ആർച്ച് ഡാം എന്നും കൗതുകം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് എപ്പം ഇതുവഴി പോയാലും നമ്മൾ ഈ ഡാം ഒന്ന് കണ്ടിട്ട് മാത്രമേ പോകാറുള്ളൂ. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാം എന്നും നമ്മുടെ അഭിമാനമായ ഒരു പദ്ധതി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് ചെറുതോണി ഡാമിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിൽവ്യൂ പാർക്കിലേക്കാണ്. ഈ പാർക്ക് ഇപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കുറവൻ കുറത്തി മലകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോ രീതിയിലുള്ള പാസുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഈ ജയന്റ് സിംഗ് എന്ന് പറയുന്ന ഈ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. ഒരാൾക്ക് 260 രൂപയാണ് ഇതിന് പാസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓരോന്നിനും സെപ്പറേറ്റ് പാസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന ഏതെങ്കിലും ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ ട്രാവൽ വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.